ഈ കഴിഞ്ഞ ദിവസം വൈകിട്ട് എൻ്റെ ഹോട്ടലിൽ ഒരു അമ്മയും മകനും മകൻ്റെ ഭാര്യയും ഒരു കുഞ്ഞു കൊച്ചും കൂടെ കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. വൈകുന്നേരം സമയം കുറച്ച് ആളുകൾ വേറെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവർ കൈയൊക്കെ കഴുകി വന്നിരുന്നു. അപ്പോൾ വെയിറ്റർ പോയിട്ട് എന്താ ഫുഡ് വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം എന്തൊക്കെ ഐറ്റം ഉണ്ട് എന്ന് ചോദിച്ചപ്പം വെയിറ്റർ ഉള്ള ഐറ്റംസ് എല്ലാം വേഗം പറഞ്ഞു. എന്നുവെച്ചാൽ ഫാസ്റ്റ് ഫുഡൊക്കെ ഉള്ളത് കൊണ്ട് ഐറ്റംസ് കുറേ ഉണ്ട്. ഇപ്പം നമ്മുടെ അൽഫാം, ചില്ലി ചിക്കൻ, കടായി ചിക്കൻ, പേപ്പർ ചിക്കൻ, ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു. അത് ബീഫിൻ്റെ ഐറ്റംസും ഉണ്ട്, 10-12 ഐറ്റംസ് വെജിൻ്റെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ ഐറ്റംസ് എല്ലാം വേഗം വെയിറ്റർ പറഞ്ഞങ്ങ് പോയി. അപ്പോൾ അവർ മകനും ഭാര്യയും കൂടെ കൂടിയിട്ട് കൊച്ചിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോൻ എന്നാ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നാ കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നതാ മോനെ, അപ്പോൾ പ്രായമുള്ളവർക്ക് ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ചെറുപ്പക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റുമോ? എന്നതാ മോനെ അതിൽ കറിയും അവരെ ഉള്ളതൊക്കെ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് എന്നാ വേണ്ടിയെന്ന് പറ എന്ന് പറഞ്ഞ് മകൻ. അപ്പം ഞാൻ അന്നേരം അത് ശ്രദ്ധിച്ചു. ഞാൻ ഗ്യാസിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്തോ കണക്കെഴുതു തോന്നുമായിരുന്നു. ഞാൻ വേഗം അവിടെ വെച്ച് പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു. വീട്ടിൽ നിൽക്കുന്നുണ്ട്, ആ അടുത്തേക്ക് ഞാനും പോയി നിന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി അമ്മച്ചിക്ക് പച്ചക്കറിയാണോ ഇനി അതല്ലെങ്കിൽ നോൺ ഐറ്റം ആണോ? പച്ചക്കറി മതി മോനെ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി പച്ചക്കറി ആണെങ്കിൽ ഗ്രീൻ പീസ് മസാല, ഗോബി മഞ്ചൂരി, പന്നീർ മട്ടർ മസാല, മഷ്റൂം, ഇങ്ങനെയൊക്കെ അവിടെയുള്ള ചൈനീസ് ഐറ്റംസിൻ്റെതാണ് വെജ്, അതെല്ലാം പറഞ്ഞു. അപ്പോൾ അന്നേരത്തേക്ക് അതിലേതാ വേണ്ടിയെന്ന് അങ്ങ് എടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് മകൻ പറയാം. ഞാൻ പറഞ്ഞു, അമ്മച്ചി പതുക്കെ ആലോചിച്ച് പറഞ്ഞു, അതിവിടെ ഒരു തിരക്കുമില്ല, ഇപ്പം ആരും വണ്ടി സ്റ്റാർട്ടാക്കിയൊന്നും വെച്ചിട്ടില്ല, നിങ്ങൾ ആഹാരം കഴിക്കാൻ വന്നേ സമാധാനത്തിൽ ആലോചിച്ച് എന്ത് കഴിക്കുന്നു ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ മറ്റവരെ കൊണ്ട് സമാധാനപരമായിട്ട് പറയിപ്പിച്ച് ഈ അമ്മച്ചിക്ക് വേണ്ടിയതും ഗ്രീൻ പീസ് മസാലയും ചപ്പാത്തിയും ഒക്കെ അതും ഓർഡറാക്കി, പിന്നെ മറ്റവർക്ക് വേണ്ടിയതും എല്ലാം ഇതെല്ലാം ഓർഡറാക്കി. അപ്പോൾ വീട്ടിൽ അത് ഓർഡർ കൊണ്ട് അപ്പുറത്ത് ചൈനീസിൽ പോയി പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു. അപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അമ്മ അല്ലെ അപ്പൻ, നമ്മളെ വളർത്തി വലുതാക്കിയവർ എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുക എന്ന് ഒരു പരിധി വരെ നമുക്കറിയില്ലേ. എൻ്റെ അപ്പനും അമ്മയും എന്നാ കഴിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പം എൻ്റെ അപ്പൻ മരിച്ചുപോയി ഇല്ല, എൻ്റെ അമ്മ എന്നായിരിക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുക എന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മാതാപിതാക്കൾക്കറിയാം നമ്മൾ മക്കൾ എന്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുമെന്ന്, അല്ലേ? അപ്പം ആ അമ്മ എന്ത് കഴിക്കും എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ എല്ലാ സാധനത്തിനെയും പേരിങ്ങനെ ഒന്നിച്ച് പറഞ്ഞു പോകുമ്പം ആ അമ്മയ്ക്ക് അത് എന്ത് എവിടെയെന്നൊരു തപ്പല. അന്നേരത്തേക്ക് മകൻ പേടിപ്പിക്കുക. എല്ലാം അവർ വേണ്ടിയതെല്ലാം പറഞ്ഞില്ലേ, അങ്ങോട്ട് ഓർഡർ ആക്ക്. എന്നതാ ഇത്? എനിക്ക് വിഷമം തോന്നിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ അമ്മയും കൂടെ കൂട്ടിപ്പിടിച്ച, അമ്മേ ഇത് ഗ്രീൻ പീസ് മസാല എന്ന് പറയുന്നത് അത് നല്ലതായിരിക്കും, അമ്മ അത് ഇഷ്ടപ്പെടുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും, അമ്മയ്ക്ക് ഈ ഗോബി മഞ്ചൂരിയൊക്കെ കോൺഫ്ലവർ കൊണ്ടൊക്കെ അമ്മ അത് കേട്ടിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞൊക്കെ കൊടുത്ത് അവർക്കൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത്, അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ പ്രായമുള്ളവരെയൊക്കെ കൊണ്ടുപോയി നമ്മളൊരു ആഹാരമൊക്കെ വാങ്ങി കൊടുക്കുന്നത്? അങ്ങനെയല്ലേ? എന്നാ നോക്കി ആ കുഞ്ഞു കൊച്ചിനോട് ചോദിച്ചു കണ്ട, മോനെ എന്നാ കഴിക്കുന്നേ, മോനെ അത് വേണോ ഇത് വേണോ? ആ കുഞ്ഞു കൊച്ചിനെ എന്നതാന്ന് പോലും തിരിച്ചറിയത്തില്ല, എന്നാലും ആ കൊച്ചിനോട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളെ വളർത്തി വലുതാക്കി നമുക്ക് കാക്ക പൂച്ച എന്നെല്ലാം പറഞ്ഞ് ചോറൊക്കെ വാരി തന്ന മോനെ, ആ വഴിയിലോട്ട് നോക്കി അതിലൊരു പട്ടി പോകുന്ന കണ്ടോ, അതിലൊരു കാക്ക പറന്നു, ഇതാ പരുന്ത് കണ്ടോ, ഇത് മാമ ഉണ്ടില്ലെങ്കിൽ പരുന്ത് പാഞ്ഞു വരും. ഇങ്ങനെ നമ്മൾ എന്തെല്ലാം കുഞ്ഞിക്കഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമുക്കൊക്കെ ആഹാരം വാരുത്തന്ന് നമ്മളെയൊക്കെ കഴിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ശരിയല്ലേ? ആ ഒരു സ്ഥാനത്താണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇച്ചിരി ഓർമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്കൊക്കെ ഒരു ഇച്ചിരി ബലം കുറയുമ്പം, ഒന്ന് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ, അല്ലെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ വരുമ്പം നമ്മൾ മക്കൾ സഹായത്തിനാകേണ്ടതിന് പകരം അവരെ പേടിപ്പിക്കുക. എന്ത് ന്യായ ഇത്? എൻ്റെ ദൈവമേ, കഷ്ടമുണ്ട് അല്ലേ? ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി ഒരു നിമിഷം. അപ്പോൾ എനിക്ക് ആ മനസ്സിൽ സ്പർശിച്ച ആ ഒരു കാര്യം ഞാൻ വിചാരിച്ചാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി സാന്ത്വനമായി അവർക്ക് ബലം കൊടുത്ത്, എൻ്റെ അമ്മയ്ക്ക് ഓർമ്മയില്ലെങ്കിൽ ആ അമ്മയുടെ ഓർമ്മ ഞാനാകും, എൻ്റെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് ബലമില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ബലം ഞാനാവും, അല്ലേ? അതാണ് നമ്മൾ, അതായിരിക്കണം മക്കൾ. ഒരു ജന്മേ ഉള്ളൂ, ഇനിയൊരു ജന്മമൊന്നുമില്ല. ഇന്ന് നമ്മൾ ജനിച്ച് ഈ ഭൂമി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്ത് ഇന്ന് കടന്നു പോകും. അത് ഏതെങ്കിലും ഒരു രൂപത്തിലൊരു അറ്റാക്കായിട്ടോ എന്തെങ്കിലും രോഗമായിട്ടോ ദുരിതമായിട്ടോ ഒക്കെ
നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും. ഇവിടെ ഒന്നും നേടാനില്ല. നമ്മൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോഴും ഒരു സാധനം കൊണ്ടുപോകുന്നുമില്ല. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അപ്പനോടും അമ്മയോടും നമ്മുടെ ചോര ശരീരത്തിലൂടെ ഓടുന്ന നമ്മുടെ കൂടപ്പറപ്പുകളോടും അതേപോലെ ദൈവം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ ഭാര്യയോടും മക്കളോടും ഒക്കെ നമുക്ക് കടമയും കടപ്പാടും ഉണ്ട് എന്നുള്ളത് യഥാർത്ഥ ബോധത്തോടെ നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്ന സാധനം തലയ്ക്ക് കയറി പിടിച്ചു കഴിയുമ്പം നമ്മൾ പ്രവർത്തിക്കുന്ന ഭ്രാന്തമായ സ്വഭാവരീതി അല്ല യഥാർത്ഥ പച്ചയായ ജീവിതം. നാം പടിയിറങ്ങുമ്പം മറ്റുള്ളവർ കരയണം. അതാണ് ജീവിതം.